രാവിലെ തന്നെ നമ്മൾ അഭിചേട്ടനെ മുക്കി സൈക്കിൾ ഓട്ടാൻ പോയിട്ടുണ്ടായി. കുറേ നാളായി ഇങ്ങനെ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടാൻ പോയിട്ട്. പോകുന്ന വഴി നിറയെ കൊന്നയൊക്കെ പൂത്തിപ്പെട്ടായിരുന്നേ. പക്ഷെ വിഷുവാകുമ്പോൾ ഒന്നും കാണാൻ കിട്ടില്ല. പണ്ട് രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് ഞങ്ങൾ സൈക്കിൾ ഓട്ടാൻ ഇറങ്ങുമായിരുന്നേ. ആ സമയമൊക്കെ പക്ഷേ അടിപൊളി സമയമായിരുന്നു. ഒക്കെ മിസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങാൻ തീരുമാനിച്ചത്. രാവിലെ ഇറങ്ങിയാണെങ്കിൽ വെറുതെ ആയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു നമുക്ക് കിട്ടിയത്. ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നേ. കാരണം രാവിലെ ഉറക്കം കളഞ്ഞ് എണീറ്റ് പോയത് വെറുതെ ആയില്ലല്ലോ എന്ന് തോന്നി. അപ്പോഴേക്ക് റോഡിൽ കിടന്ന പട്ടിക്കുട്ടിയൊക്കെ എടുത്ത് അഭിചേട്ട ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായി. നമ്മൾ പിന്നെ വരമ്പത്തൂടൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ വീട്ടിൽ പോയി. ചെന്ന് രാവിലെ തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി. നേരെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേക്കും കുറച്ച് ഷാം ജ്യൂസ് ഇരിപ്പുണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കൂടെ പാലും കൂടി ചേർത്തിട്ട് നമ്മൾ രാവിലെ തന്നെ അത് കുടിച്ചു. അപ്പം തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു കേട്ടോ, ഇന്നത്തെ ദിവസം അടിപൊളിയായിരിക്കുമെന്ന്. അതും കുടിച്ച് അവിടെ കുറേ നേരം നമ്മൾ ആലോചിച്ചിങ്ങനെ ഇരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വാക്യൂം ക്ലീനർ മേടിച്ചിട്ടുണ്ടായി. അത് ഇതുവരെ ഉപയോഗിച്ച് നോക്കിയില്ല. അതൊക്കെ ഒന്ന് ഓടിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ ബുക്ക് വായിക്കാനായിട്ട് പോയേ. ഈ ബുക്ക് വായനയൊക്കെ പുതിയ ശീലങ്ങളാണ്. നടുവേനാന്ന് വീട്ടിൽ കിടന്നപ്പോൾ നമ്മൾ തുടങ്ങിയതാണ്. അതൊട്ട് നിർത്താനും പോയില്ല. അപ്പോഴേക്കും അപ്പൂപ്പൻ്റെ അമ്മയുടെയും വിളി വന്നു, ഇന്ന് റേഷൻ മേടിക്കേണ്ട ദിവസമാണ്, റേഷൻ മേടിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു അപ്പൂപ്പനായിട്ട് റേഷൻ കടയിലോട്ടങ്ങ് പോയി. റേഷൻ മേടിച്ച് പെട്ടെന്ന് വെയിലാകുന്നതിന് മുന്നേ നമ്മൾ വീട്ടിലേക്ക് വന്നേ. വീട്ടിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ കോളേജിലെ വീട്ടിൽ വന്നിട്ടുണ്ടായി. ഏതോ ഷർട്ട് വേണമെന്നും പറഞ്ഞിട്ടാണ് ആശാൻ വന്നത്. പക്ഷെ ആശാൻ്റെ സൈസിലുള്ളതൊന്നും കിട്ടാത്ത കാരണം അളിയനങ്ങ് പോയി. അപ്പോൾ ശരി.